കോളേജ് വിദ്യാഭ്യാസ കാലത്ത് KSUവിൻ്റെ കൊടി നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു നേതാവുണ്ടായിരുന്നു. മമ്പാട് MES കോളേജിലുമൊക്കെ KSUവിൻ്റെ നേതാവായി കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് KSU എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ മുഖമായി കടന്നുവന്ന ഒരു നേതാവ്. സ്വാതന്ത്ര്യസമര പോരാട്ടത്തിന് പോയിട്ടുള്ള പൂർവികരുള്ള കുടുംബത്തിൽ നിന്ന് KSUവിൻ്റെ പടിവാതിൽ കടന്നുവന്ന ആ നേതാവ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ MLA ആണ്. അത് മറ്റാരുമല്ല, PV അൻവറാണ്. ആ PV അൻവർ ഇന്ന് സർക്കാരിനെ സമ്മർദ്ദത്തിലേക്കാക്കുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പിനെ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങൾ മുൻപോട്ട് വയ്ക്കുമ്പോൾ, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായ ശശിക്കെതിരായുള്ള ആരോപണങ്ങൾ മുൻപോട്ട് വയ്ക്കുമ്പോൾ, ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് മറ്റൊരു ദിശയിലേക്ക് കൂടിയാണ് എന്ന ബോധ്യമുണ്ടാകണം. PV അൻവർ എന്താണ് ഇതിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത്? സമാധാനപരമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തൻ്റെ MLA ജീവിതത്തിൽ അനാവശ്യമായി കമ്പിട്ടിളക്കുവാനുള്ള ശ്രമം PV അൻവറിനെ പോലെ ബുദ്ധിശാലിയായ ഒരു MLAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ PV അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കത്തിന് മറ്റ് ചില ധ്വനികൾ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതായുണ്ട്. പുത്തൻവീട് എന്ന തൻ്റെ കുടുംബത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പൂർവികരോടൊപ്പം കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന PV അൻവർ പിന്നീട് LDFിലേക്ക് കാലെടുത്ത് വെക്കുകയായിരുന്നു. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ചില പടലപ്പിണക്കങ്ങളുടെ ഭാഗമായി, സ്ഥാനമാനങ്ങൾ ലഭിക്കാതെ പോയതിൻ്റെ ഭാഗമായി അങ്ങനെ PV അൻവർ ഇടതുപക്ഷത്തേക്ക് ചേക്കേറുമ്പോൾ 2026 നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വമ്പൻ പരാജയം ഇടതുപക്ഷം കാത്തിരിക്കുന്നു എന്ന ധ്വനി കേരളക്കരയൊന്നാകെ ശരിവെക്കുമ്പോൾ PV അൻവറിനും ഒരുപക്ഷെ അത് കണ്ടില്ല എന്ന് നടിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാകണം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് ആക്രമിക്കാതെ ഇനി എന്തുകൊണ്ട് ഈ ശബ്ദം ഉയർത്തുന്നു, അങ്ങനെ ശബ്ദം ഉയർത്തിയാൽ ഉണ്ടാകുന്ന മറ്റു ചില ഗുണങ്ങൾ എങ്ങനെ എന്നത് കണ്ടറിയേണ്ടതായുണ്ട്. കാരണങ്ങളൊന്നുമില്ലാതെ PV അൻവറിന് ഇടതുപക്ഷം വിട്ടു പോകുവാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു പരമാർത്ഥം തന്നെയാണ്. അങ്ങനെ കണക്കാക്കുമ്പോൾ PV അൻവറിനെതിരെ ഇടതുപക്ഷം ശബ്ദം ഉയർത്തേണ്ടതായുണ്ട്. അങ്ങനെ ശബ്ദം ഉയർത്തണമെങ്കിൽ ഇടതുപക്ഷത്തിനെതിരായി താൻ ശബ്ദം ഉയർത്തണം. ഇടതുപക്ഷത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരായി ഉന്നയിച്ച ആരോപണം പോലെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ താൻ വീണ്ടും ഇളിഭ്യനായി പോകുമെന്ന ബോധ്യമുള്ള PV അൻവർ സർക്കാരിനെതിരായി സത്യസന്ധമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ വലങ്കയായ MR അജിത് കുമാർ എന്ന ADGPക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു. കൊലക്കേസിൽ പ്രതിയാണെന്ന് പറയുന്നു. കവടിയാർ കൊട്ടാരം പോലെ മഹാസൗധം നിർമ്മിക്കുവാൻ പോകുന്നു എന്ന ആരോപണങ്ങളടക്കം അദ്ദേഹത്തിൻ്റെ തന്നെ ഫോൺ ചോർത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും പുറത്തുവിടുന്നു. അങ്ങനെ ഇടതുപക്ഷത്തിനെതിരായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇനി ഇടതുപക്ഷ പാളയങ്ങളിൽ നടക്കുവാൻ പോകുന്നത് സമ്മേളനങ്ങളാണ്. ലോക്കൽ സമ്മേളനങ്ങൾ, ബ്രാഞ്ച് സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനങ്ങൾ, സംസ്ഥാന സമ്മേളനം. അങ്ങനെ ഈ സമ്മേളന വേദികളിലെല്ലാം PV അൻവർ എന്ന ഇടതുപക്ഷ വിരോധിയായി ഇടതുപക്ഷത്തിനുള്ളിൽ നിന്നുകൊണ്ട് ശബ്ദമുയർത്തുന്ന MLAക്കെതിരെ ഇടതുപക്ഷ സഹയാത്രികർ, അനുഭാവികൾ ശബ്ദമുയർത്തുമെന്നും താൻ പാർട്ടി വിട്ട് പുറത്തു പോകണമെന്ന ആരോപണം ഉന്നയിക്കുമെന്നും ബോധ്യമുള്ള PV അൻവർ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ ചുവടുമാറ്റത്തിനുള്ള ആദ്യ കാറ്റ് വീശിക്കാട്ടിയതാണെങ്കിലോ എന്നും സംശയിക്കേണ്ടതായുണ്ട്. CPMുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ കോൺഗ്രസിലേക്ക് കടന്നു വരാൻ സാധിക്കൂ. എന്നാൽ കോൺഗ്രസിൽ PV അൻവറിന് സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിനും കൃത്യമായ സാഹചര്യങ്ങളുണ്ട്. കാരണം PV അൻവറിനോട് എതിർപ്പുള്ള ഒരു നേതാവേ കോൺഗ്രസിലുള്ളൂ. അത് പ്രതിപക്ഷ നേതാവ് VD സതീഷിനാണ്. തനിക്കെതിരെ അടിസ്ഥാനപരമായ പല ആരോപണങ്ങളും നിയമസഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ ആരോപിച്ച PV അൻവറിനെ കാര്യമായ രീതിയിൽ എതിർക്കുന്ന ഏക നേതാവ് VD സതീഷിനാണ്. ബാല്യകൗമാര കാലഘട്ടങ്ങളിൽ കോൺഗ്രസിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മുന്നിൽ നിന്ന് നയിച്ച PV അൻവറിനെ KPCC അധ്യക്ഷൻ എന്ന രീതിയിൽ K സുധാകരനെ തള്ളിക്കളയുവാൻ സാധിക്കില്ല. K സുധാകരൻ അധ്യക്ഷ പദവിയിൽ ഇരുന്നു കൊണ്ട് PV അൻവറിനെ ഉൾക്കൊണ്ടേ സാധിക്കൂ എന്ന് VD സതീഷിനോട് ആവശ്യപ്പെട്ടാൽ VD സതീഷിനും തള്ളിക്കളയുവാൻ സാധിക്കില്ല. PV അൻവർ കടന്നു വരാമെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനും അത് വേണ്ട എന്ന് പറയുവാൻ സാധിക്കില്ല. കാരണം നിലമ്പൂർ അടക്കമുള്ള മലബാർ മേഖലകളിൽ സ്വാധീനമേറെയുള്ള നേതാവാണ് PV അൻവർ. മലപ്പുറംകാരനായ PV അൻവർ 8 പ്രാവശ്യം ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ മുഹമ്മദിൻ്റെ അനുയായിയായ VV പ്രകാശും ഒക്കെ അടക്കി ഭരിച്ച നിലമ്പൂരിൽ നിന്ന് വിജയിച്ചു വരുമ്പോൾ തന്നെ കോൺഗ്രസ് കോട്ടകൾ പിടിച്ചെടുക്കുവാൻ ഇടതുപക്ഷ പാളയത്തിലേക്ക് ചുവടുമാറ്റം നടത്തിയ PV അൻവറിന് സാധിക്കുമെങ്കിൽ ഇടതുപക്ഷ കോട്ടകളിൽ കോൺഗ്രസിൻ്റെ വോട്ടുകളോടുകൂടി കോൺഗ്രസ് സീറ്റുകൾ തിരിച്ചു പിടിക്കുവാൻ കഴിയുന്ന കരുത്ത് PV അൻവറിനുണ്ട് എന്ന ബോധ്യമുള്ള കോൺഗ്രസ് അങ്ങനെ തള്ളിക്കളയുവാനും സാധിക്കില്ല. കോൺഗ്രസ് അങ്ങനെ തള്ളിക്കളയുകയുമില്ല.
ഇനി വി ഡി സതീഷിന്റെ വാക്ക് കേട്ട കോൺഗ്രസ് അങ്ങനെ വേണ്ട എന്ന തീരുമാനമെടുത്താൽ പോലും മുസ്ലിം ലീഗിലൂടെ UDF പക്ഷത്തേക്ക് ചേക്കേറുവാനുള്ള മറ്റൊരു ഉപാധി കൂടി പി വി അൻവർ കണ്ടിരുന്നിരിക്കണം. കുഞ്ഞാലിക്കുട്ടി വേണ്ട എന്ന പി വി അൻവറിനോട് പറയുകയുമില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ ശക്തി വർദ്ധിപ്പിക്കേണ്ട ആവശ്യകത കുഞ്ഞാലിക്കുട്ടിയുടേത് കൂടിയാണ്. കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കേണ്ട ആവശ്യകതയും ലീഗിൻ്റെതാണ്. അതുകൊണ്ട് പി വി അൻവറിനെ കൂടെ നിർത്തി ലീഗിൻ്റെ സീറ്റ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവും കുഞ്ഞാലിക്കുട്ടിക്കുണ്ടായിരിക്കണം. ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ പി വി അൻവർ കോൺഗ്രസിലേക്ക് തിരിച്ചു വരുമെന്ന സാധ്യതകളും തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലോ അരിവാൾ ചുറ്റിക കതിരടയാളത്തിലോ പി വി അൻവർ മത്സരിച്ചിട്ടില്ല. എല്ലാ കാലത്തും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഓട്ടോറിക്ഷ ചിഹ്നമടക്കമുള്ള വ്യത്യസ്തമാർന്ന ചിഹ്നങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാത്രം മത്സരിച്ചിട്ടുള്ള പി വി അൻവർ ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുകയാണ് എങ്കിൽ ഇടതുപക്ഷത്തു നിന്നും കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDFിലേക്ക് ലീഗ് വഴി വരുവാനുള്ള സാധ്യതകളെ തള്ളിക്കളയുവാൻ സാധിക്കില്ല. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയെന്ന ആരോപണത്തിൽ മാത്രമാണ് വി ഡി സതീശനും പി വി അൻവറും തമ്മിൽ വലിയ അകൽച്ചയുള്ളത്. അങ്ങനെയുള്ള അകൽച്ചകളെ പരിഗണിക്കുകയാണെങ്കിൽ എം വി രാഘവൻ അടക്കമുള്ള പല നേതാക്കന്മാരും ഇന്ന് കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരിക്കില്ല. രാഷ്ട്രീയപരമായ കരുനീക്കങ്ങളുടെ ഭാഗമായി നിലവിൽ ഇടതുപക്ഷ പാളയത്തിൽ പാർട്ടിയെയും സർക്കാരിനെയും സമ്മർദ്ദത്തിലാക്കുന്ന പി വി അൻവർ ബെടക്കാക്കി തനിക്കാക്കുക എന്ന പഴഞ്ചൊല്ലിന് ഒപ്പം നടക്കുകയാണോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നുകിൽ അദ്ദേഹം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിക്കുവാനുള്ള നീക്കത്തിലാണ്. അതല്ല എങ്കിൽ 2026 ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിലെത്തില്ല എന്ന് ബോധ്യമുള്ള പി വി അൻവർ കോൺഗ്രസിലേക്ക് കാലെടുത്തു വെക്കുന്നതിൻ്റെ ആദ്യ സൂചനകളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. കാത്തിരുന്ന് കാണണം രാഷ്ട്രീയ കേരളത്തിൽ പി വി അൻവറിൻ്റെ അടുത്ത ഫേസ്ബുക്ക് പോസ്റ്റ് എന്തെന്ന്.